Good morning, my dear students. In the last section, we have studied what are the different types of crystal bindings. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് 5 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ ബൈൻഡിങ് ഉണ്ടെന്നും അതിൻ്റെ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ഒരു സോളിഡിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിൻ്റെ കേസിൽ അതിൻ്റെ ടോട്ടൽ എനർജി ഈസ് ദ സം ഓഫ് ഇലക്ട്രോണിക് എനർജി ആൻഡ് ലാറ്റിസ് എനർജി. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഹീറ്റ് എടുത്താൽ പോലും അത് ടോട്ടൽ ഇലക്ട്രോണിക് സ്പെസിഫിക് ഹീറ്റിൻ്റെയും ലാറ്റിസ് സ്പെസിഫിക് ഹീറ്റിൻ്റെയും സമ്മാണ്. ഈ ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ആക്ച്വലി ഇതെന്ന് പറയുന്ന ഒരു കൊഹസീവ് എനർജി തന്നെയാണ്. എക്സ്പെരിമെൻ്റലി നമുക്ക് ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലെ കൊഹസീവ് എനർജിയുടെ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. But theoretically, we cannot determine the directly. We cannot determine directly the value of lattice energy, or any specific equations cannot be determined. Okay. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒരു എങ്ങനെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇതിൻ്റെ ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് ബോൺ ഹേബർ സൈക്കിൾ. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബോൺ ഹാബർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് എന്താണ് ഈ ബോൺ ഹാബർ സൈക്കിൾ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുവാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഇതിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ നോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു പിക്ചോറിയൽ ഫോമിൽ നിങ്ങൾക്കത് സിംപ്ലിഫൈഡ് ഫോമിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോൺ ഹാബർ സൈക്കിളിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു അയണിക് കോമ്പൗണ്ടാണ് NaCl. NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ നമ്മൾ എഴുതുന്നത്? Na++Cl- gives NaCl അല്ലേ? ഇങ്ങനെയാണ് അതൊരു കോമ്പൗണ്ടായിട്ട് ഫോം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവണം, സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണം, എന്നാൽ അതൊരു കോമ്പൗണ്ട് ആവത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളതിനെ കോമ്പൗണ്ട് ആക്കുന്നത് തന്നെ അല്ലേ? Na+Cl- കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ മിനിമം എനർജിയിൽ സിറ്റുവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനാണ് എന്ത് പറയുന്നത്? കൊഹസീവ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനെ എന്തായിട്ട് നമ്മൾ മാറ്റുവാണ്? Na++Cl- എന്ന് പറയുന്ന അയോണിനെ നമ്മൾ NaCl ആക്കി മാറ്റുവാണ്. അപ്പോൾ അപ്പോൾ ഇതിനകത്ത് Na+ എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലും Cl- എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലും ആണ്. പക്ഷെ നമുക്ക് കിട്ടിയ കോമ്പൗണ്ട് എങ്ങനെയാണ്? സോളിഡ് സ്റ്റേറ്റിലാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, രണ്ട് ഗേഷ്യസ് സ്റ്റേറ്റുകൾ കമ്പൈൻ ചെയ്ത് ഒരു സോളിഡ് സ്റ്റേറ്റിലുണ്ട്. ബട്ട് ഇത് അയോണിക് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഈ Na+ഉം Cl- ഇരിക്കുന്നത്. അപ്പോൾ ഈ അയോണിക് സ്റ്റേറ്റിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ അയോണിക് സ്റ്റേറ്റിൽ ഇരുന്ന് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോഴാണ് മിനിമം എനർജി അക്വയർ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇതിന് എന്താണ്, അയോണിക് അല്ലാതെ ഇരുന്നിട്ട് നമുക്കൊരു കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? എനർജി റിഡ്യൂസ് ചെയ്തു അല്ലേ? റിഡക്ഷൻ ഓഫ് എനർജി ഉണ്ടായി അല്ലേ? ഇത് അയോണിക് അല്ലാതെ സോഡിയത്തിന് പറയുന്നത് ആക്ച്വലി ഇതൊരു സോളിഡ് ഫോമിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അയോണിക് ഫോമിലല്ലാതെ ആയിട്ടിരുന്നിട്ട് Cl ആയിട്ടിരുന്നിട്ടും NaCl ഫോം ചെയ്തിട്ടുണ്ട്. Na+Cl- Na+Cl gives NaCl അല്ലേ? നമ്മൾ +2 അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. Na+Cl gives NaCl. അപ്പോൾ അങ്ങനെ ഒരു സോളിഡ് ഫോമിൽ ഇരുന്ന് അതൊരു കോമ്പൗണ്ടായിട്ട് അയണിക് അല്ലാതെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്താൽ, ഒരു അയോണിക്കായിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്താൽ അവിടെ മിനിമം എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ആ എനർജി റിലീസ് ചെയ്യുന്ന റിക്വയർഡ് ദാറ്റ് ഈസ് എനർജി റിലീസ്ഡ് ടു റിക്വയർ 1 mole ഓഫ് അയോണിക് കോമ്പൗണ്ട്. 1 mole ഓഫ് അയോണിക് കോമ്പൗണ്ട്. ഇവിടെ എത്രയാണ്? 1 mole ഓഫ് അയോണിക് കോമ്പൗണ്ട് ആക്കി. അയോണിക് കോമ്പൗണ്ടാണ്
1 മോൾ ഓഫ് അയോണിക് കോമ്പൗണ്ട് ആക്കാൻ വേണ്ടി എന്തുമാത്രം എനർജി വേണം? ദാറ്റ് ഈസ് നോൺ ആസ് ലാറ്റിസ് എനർജി. എനർജി റിക്വയർഡ് ടു release energy, amount of energy released to require 1 mole of ionic compound, that is known as എന്ത് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് NaCl മിനിമം എനർജി അവിടെ കിട്ടി. അങ്ങനെ എന്തുമാത്രം എനർജി, എമൗണ്ട് ഓഫ് എനർജിയാണോ റിലീസ് ചെയ്തത്, അപ്പോൾ അവിടെ നെഗറ്റീവ് എനർജിയാണത് അല്ലേ, നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജിയെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലാറ്റിസ് എനർജി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ദ നോൺ ഡയറക്റ്റ്. നമുക്കതിനൊരു ഡയറക്റ്റ് മെത്തേഡൊന്നുമില്ല ഈ ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിനാണ് ഇൻഡയറക്റ്റ് മെത്തേഡിനാണ് എന്തെന്ന് പറയുന്നത് ബോൺ ഹേബർ സൈക്കിൾ ഫോർ ഡിറ്റർമൈനിങ് ലാറ്റിസ് എനർജി. ക്ലിയർ ആയില്ലേ? ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു സൈക്കിൾ നടക്കുമ്പോൾ ഏതെല്ലാം ടൈപ്പ് ഓഫ് എനർജി ഇതിനകത്ത് ഫോം ചെയ്യുന്നുണ്ട്? എക്സാമ്പിൾ NaCl വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. വേറെ ഉള്ളതിന്, വേറെ കോമ്പൗണ്ടിന് വേറെ എനർജി ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കിളിനകത്ത് എന്തൊക്കെ എനർജിയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓർ എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഒരു ഹീറ്റ് എന്ന് പറഞ്ഞ എനർജി തന്നെയാണ്. അപ്പോൾ ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ല, 1 മോൾ ഓഫ് കോമ്പൗണ്ട് ഫോം ചെയ്താൽ മതി ഫ്രം ഇറ്റ്സ് എലമെൻറ്റ് ഇൻ, ഇതാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്, പ്യുവർ ആൻഡ് സ്റ്റേബിൾ സ്റ്റേറ്റ്. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലല്ല, സോളിഡ് സ്റ്റേറ്റിൽ എങ്ങനെയാണോ അതിരിക്കുന്നത്, പക്ഷേ ക്ലോറിന് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെ പ്യുവർ ഫോമിലായിരിക്കും, സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും. അങ്ങനെ ഫോം ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓർ എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം സോളിഡ് ഫോമിലിരിക്കുന്ന എണ്ണയും വ്യത്യാസം മനസ്സിലായില്ലേ? ലാറ്റിസ് എനർജി എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് അയോണിക് ഫോമിലിരുന്നിട്ട് മിനിമം എനർജി ഫോം ചെയ്യുന്നതിനാണ് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് സോളിഡ് ഫോമിൽ പ്യുവർ ആൻഡ് സ്റ്റേബിൾ ഫോമിലിരുന്നിട്ട് ഒരു കോമ്പൗണ്ട് 1 മോൾ കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ്. അപ്പോൾ സോളിഡ് Na പ്ലസ് Cl2 ആയതുകൊണ്ട് ഇവിടെ ഹാഫ് ഇട്ടുകയാണ്. ഹാഫ് ഇൻറ്റു Cl2 ഗീവ്സ് NaCl. ക്ലിയർ ആയില്ലേ? ഇതിനാണ് എന്ത് പറയുന്നത്? ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് ലാറ്റിസ് എനർജിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് തന്നെ ഇതിനെ രണ്ട് അയോണിക് കോമ്പൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് NaCl ആക്കണം അല്ലേ, എന്നാലാണ് ആ സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഇങ്ങനെയാണ് ആക്ച്വലി കിട്ടുന്നത് NaCl. എന്ത് വഴി? ഈ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? ഹീറ്റ് ഓഫ് ഫോർമേഷൻ അല്ലേ, ഹീറ്റ് ഓഫ് ഫോർമേഷൻ. തെർമോഡൈനാമിക്സിൽ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓർ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണത് Na പ്ലസ് ഗേഷ്യസ് ഫോമിലാവുന്നത്? അതിനു വേണ്ടി എന്തൊക്കെ എനർജിയാണ് അവിടെ റിലീസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റിലെ നമ്മൾ Na സോളിഡ് Na ഗ്യാസ് ആകുമ്പോൾ അവിടെ എന്തായി മാറുന്നു? അവിടെ സോളിഡ് സ്റ്റേറ്റിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന എനർജിക്കാണ് സബ്ലിമേഷൻ എനർജി എന്ന് പറയുന്നത്. സോളിഡിന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക്, അതായത് അത് ലിക്വിഡ് ആവാതെ ഡയറക്റ്റായിട്ട് ഗേഷ്യസ് ആവുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ സബ്ലിമേഷൻ എനർജി. അതാണ് പോസിറ്റീവ് എനർജി. അതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ സബ്ലിമേഷൻ എനർജി. ഇനി ഈ Na ഗ്യാസ് Na+ ആവണം. Na+ ആവുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? അയണൈസേഷൻ എനർജി ഫോം ചെയ്യുന്നുണ്ട്. ഫസ്റ്റിൽ Na ഗ്യാസ് ആകുമ്പോൾ സബ്ലിമേഷൻ ഉണ്ടാകുന്നു. പിന്നീട് Na ഗ്യാസ് Na+ ആവുന്നതിന് അവിടെ എന്തുണ്ടാകുന്നു? അയണൈസേഷൻ എനർജി ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ Na എന്തായി മാറി? ഇപ്പോൾ Na സോളിഡ് Na ഗേഷ്യസ് സ്റ്റേറ്റിൽ പ്ലസ്സായി മാറി, അയോണിക്കായി മാറി അല്ലേ. സോളിഡ് സ്റ്റേറ്റിലിരുന്ന സോഡിയം ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു അയോണിക് ആയിട്ട് മാറി, കോമ്പൗണ്ടിൽ അയോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എന്തൊക്കെ എനർജി അവിടെ ഉണ്ടായി, റിലീസ് ചെയ്തു? ഒരു സബ്ലിമേഷൻ എനർജിയും പിന്നെ ഒരു അയണൈസേഷൻ എനർജിയും ഉണ്ടായി. അതൊരു എനർജി കൂടുക ചെയ്തുള്ളൂ, അതുകൊണ്ട് എനർജി കുറഞ്ഞൊന്നുമില്ല. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്.
ഇനി ക്ലോറിൻ്റെ കേസിൽ എന്താ സംഭവിച്ചേക്കുന്നത് കേസ്, ക്ലോറിനെ നമുക്ക് എന്താക്കണം, അയോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ക്ലോറിനെ നമ്മൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ്, ഇത് ഗേഷ്യസിലായോൺ, ഇതിനെ നമ്മൾ ഗേഷ്യസിലാക്കി, ഇനി ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ ഈ ക്ലോറിനെ നമുക്ക് Cl മൈനസ് ആക്കണം. അപ്പോൾ ആദ്യം Cl2 ആണ്, അതിനെ Cl ആക്കുമ്പോഴേക്കും അവിടെ അത് Cl2 ഇല്ലുന്ന സാധനത്തെ Cl ആക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെയാണ് എനർജിക്കാണ് ഡിസോസിയേഷൻ എനർജി അല്ലേ, ഹാഫ് ആക്കി അല്ലേ. അപ്പോൾ എന്ത്, ഡിസോസിയേഷൻ എനർജി ഡിവൈഡ് ബൈ 2. ക്ലിയർ ആയില്ലേ? Cl2-ലിരിക്കുമായിരുന്നു, അതിനെ Cl ആക്കി മാറ്റി. അപ്പോൾ അതിനാണ് ഡിസോസിയേഷൻ എനർജി ബൈ 2 ഉണ്ടതുകൊണ്ട് ഡിവൈഡ് ബൈ 2 ആക്കി. ഇതും ഒരു എനർജി കൂടുക ചെയ്തുള്ളൂ. സോ ദിസ് വൺ ഈസ് ഓൾസോ പോസിറ്റീവ്. നെക്സ്റ്റ് വൺ ഈസ് ഇനി എന്നെ എന്താക്കണം, മൈനസ് ആക്കണം, Cl മൈനസ് ആക്കണം. അപ്പോഴത്തേക്കും ആ ഒരു എനർജി Cl ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന Cl-നെ Cl മൈനസ് ആക്കുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇലക്ട്രോൺ അഫിനിറ്റി? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എനർജി റിലീസ്ഡ് ഫ്രം ന്യൂട്രൽ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഓക്കെ, എനർജി റിലീസ്ഡ് ഫ്രം ന്യൂട്രൽ ആയിരിക്കണം, ഐസൊലേറ്റഡ് ആയിരിക്കണം, ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജിക്കാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ Cl എന്തായി മാറി, Cl മൈനസ് ആയി മാറി. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ Na പ്ലസ് ആയി, Cl മൈനസ് ആയി. അങ്ങനെയാവുമ്പം ഇത് Na പ്ലസ്സിലിരിക്കുവാണ്, ഗേഷ്യസ് സ്റ്റേറ്റിലായി, ഇത് Cl മൈനസിലായി. ഫോം ചെയ്യുന്നത് എന്താണ്, NaCl. ഇതാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ഒരു അയോണിക് ബോണ്ടിങ് നടക്കുന്ന പ്രോസസ്സ് അല്ലേ. ഇവിടെയും എന്തായി, ഡെൽറ്റ NSC, ഇതിനാണ് എന്ത് പറയുന്നത്, ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ HF ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഈക്വൽ ടു, ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ സമ്മായിരുന്നു എനർജിയുടെ, ഇവിടെ ഒരു സപ്ലിമേഷൻ എനർജി കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു അയണൈസേഷൻ എനർജി കിട്ടിയിട്ടുണ്ട്, ഡിസോസിയേഷൻ എനർജി ബൈ 2 കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്, പോസിറ്റീവാണ്. പക്ഷേ ഇവിടെ എന്താണ്, എനർജി നെഗറ്റീവ് അല്ലേ, ഒരു ഇതാണ്, ഇതിനെ നെഗറ്റീവാക്കി. അപ്പോഴത്തേക്കും കുറച്ച് റിലീസ് ചെയ്ത് പോയി. സോ ഇറ്റ് വൺ ഈസ് നെഗറ്റീവ് മൈനസ് ഇലക്ട്രോൺ അഫിനിറ്റി. വീണ്ടും എന്താണ്, ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് മിനിമം എനർജിയാണ്. സോ ലാറ്റിസ് എനർജി ഈസ് ഓൾസോ മൈനസ് സൈൻ, മൈനസ് ലാറ്റിസ് എനർജി. ക്ലിയർ ആയില്ലേ? അപ്പം ഡെൽറ്റ HF ഈസ് ദ സം ഓഫ് സബ്ലിമേഷൻ എനർജി, അയണൈസേഷൻ എനർജി, ഡിസോസിയേഷൻ എനർജി ബൈ 2 ആക്കി, കാരണം അത് ഹാഫ് Cl2 ആയതുകൊണ്ട്. പിന്നെ എന്താണ്, ഒരു Cl-നെ Cl മൈനസ് ആക്കാൻ വേണ്ടി മൈനസ് ഇലക്ട്രോൺ അഫിനിറ്റി മൈനസ് ഡെൽറ്റ HF. ഓക്കെ, ഇപ്പം മൈനസ് ലാറ്റിസ് എനർജി. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ലാറ്റിസ് എനർജിയാണ്. വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ലാറ്റിസ് എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ഇറ്റ് വിൽ ബിക്കം സപ്ലിമേഷൻ എനർജി പ്ലസ് അയണൈസേഷൻ എനർജി പ്ലസ് ഡിസോസിയേഷൻ എനർജി ബൈ 2 മൈനസ് ഇലക്ട്രോൺ അഫിനിറ്റി മൈനസ് ഡെൽറ്റ HF. ഓക്കെ, അപ്പോൾ ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് എന്താണ്, കോമ്പൗണ്ട് അയോണിക് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റത്തിലെ നിന്ന് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ 1 മോൾ ഓഫ് കോമ്പൗണ്ട്, അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് മിനിമം, അവിടെ ഒരു സ്റ്റേബിൾ മിനിമം എനർജി കിട്ടുവാണ്. സോ ദാറ്റ് എനർജി ഈസ് നോൺ ആസ് ലാറ്റിസ് എനർജി. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോട്ടായിട്ട് ഇത് നമുക്ക് എന്താ പഠിക്കാനുള്ളത് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.